ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാവുമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇതിനെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. സൗത്ത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള മാനുഫാക്ചറുടെ സിറ്റി കളക്ഷൻ്റെ ഒരു ഷോറൂം വീഡിയോ ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കോസ്മെറ്റിക്സിനെ കുറിച്ചും അവിടുത്തെ ക്രീമും ഫേഷ്യൽ അതുപോലെ ഓരോ സംഭവത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിവിടെ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ പാർലർ തുടങ്ങുന്ന ആൾക്കാർക്ക്, ഒരു തുടക്കക്കാർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ചെയറും കാര്യങ്ങളും ഒക്കെ കിട്ടുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഫർണിച്ചർ എവിടെ നിന്നാണ് കിട്ടുകയെന്നൊന്നും കൂടുതൽ അറിയില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ഞാൻ ഇതിൻ്റെ ഒരു 2ാം ഭാഗമായിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. ഈ ലോക്ക്ഡൗൺ കാലത്ത് പല പല കാരണങ്ങൾ കൊണ്ട് പാർലർ അവസാനിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ചില ആൾക്കാർക്ക് മാസങ്ങളോളം ഷോപ്പ് അടച്ച് കിടന്നിട്ട് പിന്നെ അതിൻ്റെ റെൻറ്റും മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റാതെ അടച്ച് അവസാനിപ്പിച്ചവരുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഷോപ്പിലൊക്കെ പോയി നേരെ വീട്ടിൽ കുട്ടികളും പ്രായമായവരുടെ അടുത്തേക്ക് വരുന്ന അങ്ങനെ വിചാരിച്ച് ഷോപ്പുകൾ നിർത്തിയവരുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് പുതിയ പുതിയ പാർലറുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തുറക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന പാർലറുകളുണ്ട്. പക്ഷേ തുടക്കക്കാർക്ക് അറിയില്ല ഇത് എവിടെ നിന്നാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് എവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നൊന്നും കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല. ഒരു 6-7 വർഷം മുൻപ് ഞാൻ എൻ്റെ പാർലറിൽ, എൻ്റെ ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പാർലറും കൂടി തുടങ്ങുമ്പോൾ അന്ന് എനിക്കും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഈ ഷോപ്പിനെ പറ്റി ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി ഈ സിറ്റി കളക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫർണിച്ചറിനെ കുറിച്ച് മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, ഒരു പാർലറിനെ കുറിച്ചും അതിൻ്റെ എല്ലാ A to Z കാര്യങ്ങളും ഇവിടെ വന്നതുകൊണ്ട് കിട്ടിയെന്ന് കൂടി ഞാൻ മനസ്സിലാക്കിയ ആളാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ചൈനയിൽ നിന്ന് വരുന്നതോ അങ്ങനെ പുറത്തുനിന്ന് വരുന്ന ചെയറും സംഭവങ്ങളല്ല ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്ത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുയോജ്യമായ വിധത്തിലുള്ള ചെയറും ഫേഷ്യൽ ബെഡ്, പെഡിക്യൂർ സ്റ്റേഷൻ, മാനിക്യൂർ സ്റ്റേഷൻ, ഹെയർ വാഷ്, കട്ടിംഗ് ചെയർ, മേക്കപ്പ് ചെയർ, എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് നമ്മുടെ പാർലറിലും യോജിക്കുന്ന വിധത്തിൽ, ഇപ്പോൾ സ്പേസിനനുസരിച്ചും അങ്ങനെ അനുയോജ്യമായ വിധത്തിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ തന്നെ മേക്കപ്പ് ബോക്സിൻ്റെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. വളരെ കുറഞ്ഞ റേറ്റ് മുതൽ ഭയങ്കര റേറ്റ് കൂടിയ ആ ഒരു ഐറ്റം വരെ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്ന സെറ്റ്, അത് ഏത് ടൈപ്പ് വേണമെങ്കിലും നമ്മളെ ഷോപ്പിന് സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും, ഏത് റേറ്റിൽ വേണമെങ്കിലും. അതേപോലെ തന്നെ ഏത് ഫർണിച്ചർ, നമുക്കിപ്പോൾ ചെയർ ആയിക്കോട്ടെ, ഫേഷ്യൽ ബെഡ് ആയിക്കോട്ടെ, നമുക്ക് യുണീക്കായിട്ടുള്ളത് വേണോ, പ്രീമിയം റേഞ്ചിലുള്ളത് വേണമെങ്കിൽ അത് നോക്കാം. അതല്ല നോർമൽ ടൈപ്പിൽ മതിയെങ്കിൽ അങ്ങനെ ഏത് ടൈപ്പ് വേണമെങ്കിലും നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഷോപ്പിൻ്റെ പരിമിതിക്കനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാമെന്നുള്ളതാണ് സിറ്റി കളക്ഷൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. 6 വർഷം മുൻപ് ഞാൻ എൻ്റെ ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഒരു ബ്യൂട്ടി പാർലറും കൂടിയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്കന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണ്ടായിരുന്നില്ല, എവിടെ നിന്നാണ് ഈ ചെയറും കാര്യങ്ങളും ഒക്കെ എടുക്കുക എന്നുള്ളത്. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ സിറ്റി കളക്ഷനെ കുറിച്ച് അറിയുന്നത്. അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മളൊരു 3-4 എണ്ണത്തിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കണേക്കാളും ഒരുപാട് ഐറ്റംസിൽ നിന്ന്, ഒരുപാട് സെലക്ഷൻ ഉള്ളതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളതും നമുക്ക് ആവശ്യമായ, നമുക്ക് പറ്റുന്ന ആ ഒരു റേഞ്ചിലുള്ള ആ ഒരു സംഭവങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നു. ഇത് മാത്രമല്ല, നമുക്ക് എല്ലാ A to Z കാര്യങ്ങളും സിറ്റി കളക്ഷനിൽ വന്നപ്പോഴാണ് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റിയതും. അപ്പോൾ അതൊക്കെ ഇതറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. സിറ്റി കളക്ഷനിൽ വരാൻ പറ്റുന്ന ആൾക്കാർ അവിടെ വന്നിട്ട് ഞാൻ നോക്കുക. പുതിയ ഷോപ്പ് തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാണ് ഈ വീഡിയോ. പിന്നെ അന്ന് ഞാൻ അവിടെ പോയപ്പോൾ ഇൻഡോർ പ്ലാന്റ്സൊക്കെ കുറേശ്ശെ
കൊടുന്ന് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അവർ. അപ്പോൾ അവരെന്താ വെച്ചാൽ പാർലർ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടി ചെയ്യണുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ അവർ ഫസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് തുടങ്ങിയിട്ടുള്ളോ എന്നൊക്കെ പറഞ്ഞു നിന്നോട്. അന്ന് പോയപ്പോൾ എന്നോട് അവർ മെറ്റീരിയലിനെ കുറിച്ചും ഓരോ ചെയേഴ്സിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനതൊക്കെ ഇപ്പം മറന്ന്, അതുകൊണ്ട് ഞാൻ റേറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയണില്ല. പിന്നെ അതേപോലെ ഓരോ മെറ്റീരിയലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കിപ്പോൾ വലിയ ഓർമ്മയില്ല, അപ്പോൾ ഞാനതൊന്നും ഇപ്പോൾ പറയണില്ല കേട്ടോ. നെറ്റ് ബെഡാണെന്ന് വെച്ചെങ്കിൽ പല മോഡലിലും പല വെറൈറ്റികളിലും ഉണ്ട്. ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന മോഡലുണ്ട്, പിന്നെ നമുക്ക് ചെയർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെ പല ടൈപ്പിലുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് ഇപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ഇപ്പോൾ ഈ സ്പാ ചെയ്യുന്ന മെഷീനാണ് സ്റ്റീമർ. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഗാൽവാനിക് മെഷീൻ, അൾട്രാസോണിക്, അങ്ങനെ കുറേ പിന്നെ വാട്സ് റിമൂവർ, സ്കിന്ന് ടെസ്റ്റ് ചെയ്യണ ആ സംഭവം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇലക്ട്രോണിക്സും ആ ഐറ്റത്തിലൊക്കെ ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മുൻപ് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എല്ലാ യൂട്യൂബ് ചാനലുകളിലും പറയുന്ന പോലെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ.